യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം തിരുവചനം. യോഹന്നാൻ 3:14. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം തിരുവചനം. എല്ലാവരും ചേർന്ന് വായിച്ച് ഉറക്കെ വായിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടി ഇരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മോശ എന്തിനാണ് മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത്? എന്തിനാ ഉയർത്തിയത്? ദൈവജനം ദൈവത്തിനെതിരായി പാപം ചെയ്തു. ദൈവത്തിനെതിരെ പ്രവൃത്തു പാപം ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ ഉഗ്രകോപം അവരുടെ മേൽ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു. അല്ലേ? അഗ്നേയ സർപ്പങ്ങള്, ആ സർപ്പദർശനമേറ്റ് ആയിരങ്ങൾ മരുഭൂമിയില് മരിച്ചു വീണു. മോശ കണ്ണുനീരോടെ ചങ്കത്തടിച്ച് മരുഭൂമിയിൽ കവിഴ്ന്ന് വീട് കിടന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഈ ജനം ഇങ്ങനെ മരിച്ചു വീഴുന്നത് കണ്ടിട്ട്, സർപ്പദർശനമേറ്റ് മരിച്ചു വീഴുന്നത് കണ്ടിട്ട്, ആ സമയത്ത് കർത്താവ് മോശയോട് പറയുന്നതാണ് എന്തെന്ന് സംഖ്യയുടെ പുസ്തകത്തിൽ കിടപ്പുണ്ടല്ലോ, 21-ാം അധ്യായം. സംഖ്യ 21 എടുത്തി. സംഖ്യ 21 7-8. സംഖ്യയുടെ പുസ്തകം 21-ന്റെ വായിച്ച ശരിയാണ്. ജനം കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഒരു പിച്ചളസർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കി മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. അവർ ജീവിച്ചു. ഈശോ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ എന്താ പറഞ്ഞേ? മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന്, ആരിൽ വിശ്വസിക്കുന്നവനാ? യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്, അല്ലേ? കാൽവരിയില് ഉയർത്തപ്പെട്ട കാൽവരിയില് മരത്തിന്മേൽ ഉയർത്തപ്പെട്ട സാക്ഷാൽ ദൈവപുത്രൻ ഒരു വ്യക്തിയെ രക്ഷയിലേക്ക്, നിത്യതയിലേക്ക്. മോശയുടെ ആ കാലത്ത് പിച്ചള സർപ്പത്തെ നോക്കിയവരൊക്കെ ജീവിച്ചു, ഇല്ലേ? ദംശനമേറ്റെങ്കിൽ പോലും പിച്ചള സർപ്പത്തെ നോക്കിയവർ മരിച്ചില്ല, അവർ ജീവിച്ചു. ഒരു നിയമം
ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ശക്തമായി നിലനിൽക്കുമ്പോഴാണ് പിച്ചള സർപ്പത്തെ നോക്കിയവരെല്ലാം ജീവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം, പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചനത്തില് തമ്പുരാൻ ഒരു കാര്യം പറയുന്നുണ്ട്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്കു മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ പിന്നെന്താ സ്വരൂപമോ പിന്നെ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവമായ കർത്താവ് പറയുകയാണ് മോശയോട്, മോശേ നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തി നിർത്ത്. എന്നിട്ട് ഈ ദംശനമേൽക്കുന്നവർ ആ സർപ്പത്തെ നോക്കട്ടെ, അവർ മരിക്കുകയില്ല, അവർ ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ഒരു സമയത്ത് ദൈവം പറയുന്നു, ഒന്നിന്റെയും ആ സ്വരൂപമോ പ്രതിമയോ ഒന്നും ഉണ്ടാക്കരുത്. അവയുടെ മുന്നിൽ ആരാധിക്കുക മാത്രമല്ല, പ്രണമിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്ന ദൈവം പറയുകയാണ്, നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തി നിർത്ത്. ഹല്ലേലൂയ. ഇവിടെയാണ് അപ്പോസ്തോലിക സഭയിൽപ്പെട്ട വിശ്വാസികൾ വിഗ്രഹാരാധകരോ എന്നുള്ള ചോദ്യം വരുന്നത്. ഒരു ഫോട്ടോ വയ്ക്കുന്നതോ ഒരു സ്റ്റാച്ചു വയ്ക്കുന്നതോ, ഈശോയുടെ ക്രൂശിന്റെ രൂപത്തെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സ്റ്റാച്ചുവിനെ, മറ്റു വിശുദ്ധരുടെ സ്റ്റാച്ചുവിനെ നമ്മൾ വയ്ക്കുന്നു, നമ്മൾ വണങ്ങുന്നു. അതിനെ നോക്കി മറ്റുള്ളവർ പറയുന്നു, ഇവർ വിഗ്രഹാരാധകരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ എന്താണ് വിഗ്രഹാരാധന? ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി അതിന്റെ മുൻപിൽ കവിഴ്ന്ന് വീണ് കിടന്ന് അതിനെ ദൈവമായി സങ്കല്പിച്ച് അതിനെ ആരാധിക്കരുത് എന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞു വയ്ക്കുക. പുറപ്പാട് 20-5-ാമത്തെ തിരുവചനം, പുറപ്പാട് 20-5 അങ്ങനെയാ പറഞ്ഞു വയ്ക്കുക. ആരാധിക്കാനായി അല്ലെ, ആരാധിക്കാനായി എന്ത് ചെയ്യരുത്? നീ ഇതുണ്ടാക്കരുത്, പിന്നെയോ തപ്പിക്കുകയോ ചെയ്യരുത്. ആരാധിക്കാനായി. ഹല്ലേലൂയ. ഒന്നിനെയും വെളിപാടിന്റെ പുസ്തകത്തില് ദൂത് കൊടുക്കുന്ന ദൂതന്റെ മുൻപിൽ യോഹന്നാൻ ശ്ലീഹ പ്രണമിച്ച് ആരാധിക്കാനായിട്ട് തുടങ്ങുമ്പോ ദൂതനൊരു കാര്യം പറയുന്നുണ്ട്. വെളിപാട് 22:9 വെളിപാട് 19:10 ഒരു കാര്യം പറയുന്നുണ്ട്. ദൂതൻ കൊടുക്കുന്ന ദൂത് കേട്ടിട്ട് മരവിച്ചവനെ പോലെയായി അവന്റെ മുൻപിൽ കവിഴ്ന്നു വീണ് അവനെ ആരാധിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോ ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നേ? വെളിപാട് 19:10 22:9 കിട്ടിയോ? വെളിപാട് 19:10. അപ്പോൾ ഞാൻ അവനെ ആരാധിക്കാനായി കാൽക്കൽ വീണു.
എന്നാൽ അവൻ എന്നോട് പറഞ്ഞു, അരുത്, ഞാൻ നിന്റെ ഒരു സഹദാസനാണ്, യേശുവിന് സാക്ഷ്യം നൽകുന്ന നിന്റെ സഹോദരൻ ഒരുവൻ. നീ ദൈവത്തെ ആരാധിക്കുക. യേശുവിനുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിന്റെ ആത്മാവ്. ആരാധന ദൈവത്തിന് മാത്രം അർഹതപ്പെട്ടതാണ്. ദൈവത്തിന് മാത്രം അർഹതപ്പെട്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തി ഭക്തി മൂത്തിട്ട് വിശുദ്ധരുടെ മുമ്പിൽ ആരാധന മനോഭാവത്തോടെ നിൽക്കുന്നുവെങ്കിൽ, മര്യഭക്തി മൂത്തിട്ട് അമ്മയുടെ മുൻപില് ദൈവത്തിനോട് കണ്ട ആരാധന അർപ്പിക്കുന്നുണ്ടെങ്കിൽ, കൊടുക്കുന്നുണ്ടെങ്കിൽ, അത് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ സ്റ്റാച്ചുവിന്റെ മുമ്പിൽ വന്നു നിന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒരു അഭിഷിക്തൻ ബ്ലസ് ചെയ്ത സ്റ്റാച്ചു, ആ സ്റ്റാച്ചുവിന്റെ മുമ്പിൽ വന്നു നിന്ന് നമ്മളൊരു സമർപ്പണ പ്രാർത്ഥന നടത്തുന്നതോ ഒരു കൊന്ത ചൊല്ലുന്നതോ, ഇതൊന്നും വിഗ്രഹാരാധനയെ അല്ല. മറിച്ച് ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന് കൊടുക്കേണ്ട ആ ഒന്നാം സ്ഥാനം, ആരാധന മനോഭാവം, അത് നമ്മൾ അമ്മയ്ക്കോ വിശുദ്ധർക്കോ കൈമാറിയാൽ അത് വിഗ്രഹാരാധനയാണ്, ഒന്നാം പ്രമാണത്തിന്റെ ലംഘനവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ ഒരിക്കലും അത് നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. എന്ത് ആരാധന മനോഭാവത്തോടെ നിങ്ങൾ കൊന്ത ചെല്ലണം, വിശുദ്ധരുടെ മാധ്യസ്ഥം നേടണം, നൊവേന അർപ്പിക്കണം, അങ്ങനെ സഭ പഠിപ്പിക്കുന്നുണ്ടോ? ഒരിക്കലും ആരാധന ദൈവത്തിന് മാത്രം ഉള്ളതാണ്. ഹല്ലേലൂയ. ഇനി യഥാർത്ഥത്തിൽ എന്താണ് വിഗ്രഹാരാധന? എന്താണ് വിഗ്രഹാരാധന? പിന്നെ എന്താണ് വിഗ്രഹാരാധന? മറ്റുള്ള സഭക്കാർ ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ സ്റ്റാച്ചുവിന്റെ മുമ്പിൽ മുട്ടുമേൽ നിൽക്കുന്നു, കുമ്പിടുന്നു, ഇതല്ലേ ആരാധന? അല്ലെങ്കിൽ പിന്നെ എന്താണ് ആരാധന? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നമ്മൾ കുമ്പിട്ട് ആരാധിക്കുന്നുണ്ട് അല്ലേ? ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം എന്താ? പരിശുദ്ധ കുർബാന അല്ലിക്കായിൽ എഴുന്നള്ളിച്ചു വെക്കുമ്പോൾ അത് ജീവനുള്ള ഈശോ തന്നെയാണ്, ഇല്ലേ? ഈശോ തന്നെ പറഞ്ഞേ ഇതെന്റെ ശരീരമാണ്. അപ്പം എടുത്തിട്ട് ഈശോ പറഞ്ഞു ഇതെന്റെ ശരീരമാണ്. അതേ വചനം തന്നെ കർത്താവിന്റെ അഭിഷിക്തൻ അപ്പമെടുത്ത് വാഴ്ത്തി ഉദാസവചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരു രൂപ മാറ്റമാണ്. ഈ മൈദയിലുണ്ടാക്കിയ ഈ ചെറിയ അപ്പം അത് കർത്താവിന്റെ ശരീരമായിട്ട് മാറുന്നു, വീഞ്ഞ് തിരക്തമായിട്ട് മാറുന്നു. അതൊക്കെ നമുക്കറിയാം. നൂറ്റാണ്ടുകളായിട്ട് ഒരു മെഡിസിനും ഉപയോഗിക്കാതെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? ലോകത്തിൽ പല ഭാഗത്തും പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്, ഇത് എന്റെ ശരീരം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മളത് കാണുന്നുണ്ട് ഇന്നിന്റെ ഈ കാലത്ത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കർത്താവ് അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ ഒക്കെ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എന്താണ് യഥാർത്ഥത്തിൽ വിഗ്രഹാരാധന? വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ ദൈവത്തെക്കാൾ ഉപരി ഏതെങ്കിലും ഒരു വ്യക്തിക്കോ വസ്തുവിനോ എന്തെങ്കിലും സംഭവങ്ങൾക്കോ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ അത് വിഗ്രഹാരാധനയായിട്ട് മാറുകയാണ്. നമ്മൾ പോലും അറിയാതെ മാറുകയാണ് അല്ലേ? ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാം ചിലരെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് കാണിക്കുന്നത് ഇല്ലേ? പറഞ്ഞ് അവരെ നീ ഉടുപ്പ് കൊടുക്കുന്നതിനേക്കാൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഉടുപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി
ജീവിച്ചിരിക്കുന്നതല്ല നല്ലത്. കാരണം അനേകം ആത്മാക്കളെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടയായിത്തീരുന്നുവെങ്കിൽ ആ വ്യക്തി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന അതിന്റെ മറ്റൊരർത്ഥം ഈശോ പറഞ്ഞ വചനത്തിന്റെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിയമം ആണിനും പെണ്ണിനും ഒക്കെ ഒരുപോലെ ആയിരിക്കണം. വിധിക്കുന്ന കോടതിയും അല്ലേ, വിസ്തരിക്കുന്ന നിയമവും ജഡ്ജിയും കോടതിയും വക്കീലുമാരും ഒക്കെ ആരുടെ ഭാഗത്താ? മനുഷ്യന് നിരന്തരം പ്രലോഭനത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ എന്നിട്ട് പറയുമോ അവൻ ഞരമ്പുരോഗിയായതുകൊണ്ടാണ്. ഇവിടെ അവന്റെ ഞരമ്പൊന്ന് എണീക്കാൻ പാകത്തിന് ഇവളെന്തിനാ ഇങ്ങനെ കാണിച്ചു നടക്കുന്നത്? അത് എന്റെ ചോദ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്നെ റിമാൻഡിലാക്കുമോ എന്റെ സംശയം? ഇത് പറഞ്ഞ എന്റെ പേര് ഹല്ലേലൂയ. അത് റിമാൻഡിലാക്കിയാലും അവിടെ കിടന്ന് ഞാൻ പറയുന്നത് ഹല്ലേലൂയ. എന്താണ് പ്രിയമുള്ളവര്, എന്താണ് യഥാർത്ഥത്തിലുള്ള വിഗ്രഹാരാധന? പൗലോസ്ലീഹായുടെ ഭാഷയിൽ പറഞ്ഞാൽ എവിടെ കിടക്കുന്നത് നിൽക്കാം? കൊളോസോസ് ലേഖനത്തിലേക്ക് വന്നേ. കൊളോസോസ് ലേഖനം 3-ാം അധ്യായം 1 തിമോത്തി അതിനു മുമ്പ് തിമോത്തിയോസിന്റെ 1 തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് തോന്നി. 1 തിമോത്തി 6:6 ഒരു വായിച്ചു. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അപകടത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലേക്കും നിർബന്ധിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. അപ്പൊ 1 തിമോത്തി 6:6 പറയുകയാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 10-ാമത്തെ വചനത്തിലാണ് പറയുന്നത്, എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വിധകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനി അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു വചനമാണ് കൊളോസോസ് 3:5. അതോട് ചേർത്ത് വായിച്ചേ. 1 തിമോത്തി 6 മുതൽ 10 വരെ വചനങ്ങളുടെ കണ്ടിന്യൂ ആയിട്ട് വായിക്കേണ്ടതാണ്. കൊളോസോസ് 3:5 വായിച്ചേ. അതുകൊണ്ട് അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന, അന്യായ അത്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുക. എന്നെ അവിടെ പറഞ്ഞ 5-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി. ഹല്ലേലൂയ. അപ്പൊ യഥാർത്ഥ വിഗ്രഹാരാധന എന്താണെന്ന് പൗലോസ്ലീഹ നമ്മളെ ഇവിടെ പഠിപ്പിക്കുക. ഒരു വ്യക്തി അത് ഞാൻ പറഞ്ഞതാണ്, നമ്മൾ തമ്പുരാനേക്കാൾ കൂടുതൽ നമ്മുടെ ജീവിതത്തില്, ഒരു വ്യക്തിയുടെ ജീവിതത്തില് ഈ ദ്രവ്യാസക്തി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ധനത്തോടുള്ള അമിതമായ ഒരു ആകർഷണവും അതുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ത്വരയും അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ ആരാണ്? അവൻ വിശ്വാസിയാണെങ്കിൽ പോലും, അവൻ ദിവസവും ബലിയർപ്പിക്കുന്നവനാണെങ്കിൽ പോലും, അവൻ 10 മന്ത ചെല്ലുന്നവനാണെങ്കിൽ പോലും അവൻ ആരാണ്? വിഗ്രഹാരാധകനാണ് എന്ന് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം ഇല്ലേ, വലിയ വലിയ ഈ ക്രൂസൈഡ് പോലെയുള്ള സംഭവത്തില് ആയിരങ്ങളെ കൂട്ടുന്നു. വലിയ വലിയ ഗ്യാതറിംഗ് അല്ലേ,
500, 1000, 2000 ആളുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് വലിയ പബ്ലിസിറ്റിയും വലിയ ഇന്റർനാഷണൽ സുവിശേഷ പ്രഘോഷകരുടെ പേരൊക്കെ വെച്ചിട്ട് എന്താ ഇതിന്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം? നമ്മൾ ആലോചിച്ച് നോക്കിയേ എന്തിനാണ് ഇങ്ങനെ ഇത്രമാത്രം ആളുകളെ കൂട്ടാൻ ഈ കിടന്ന് ഓടുന്നത്? എന്തിനാണ് ഇത്രയേറെ ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്? തന്ത്രപ്പാട്. ഇത് പിന്നിലെന്താ? നമുക്കറിയാം, ഇതര സഭകള്, സ്വതന്ത്ര സഭകള് അല്ലേ, എന്ത് ത്യാഗം ശ്രമിച്ചിട്ടും എന്ത് വില കൊടുത്തിട്ടും ആ കൂട്ടായ്മയിലേക്ക് ആളെ കൂടെ. എന്തിനാണ്? ഇവിടെ ഭാഷാപരമുണ്ട്, ഇവിടെ അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. ഓൺ ദി സ്പോട്ടിൽ പിശാചിനെ പിടിച്ചു കിട്ടുന്നു, ബന്ധിക്കുന്നു, വേഷിക്കുന്നു. അതുകൊണ്ട് ഇങ്ങോട്ട് പോവാം. ഇങ്ങനെ കുറെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടില്. ഈ കൂട്ടായ്മയിലേക്ക്, ആ കൂട്ടായ്മയിലേക്ക്. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, കാരണം യൂട്യൂബിലേക്ക് കയറാനുള്ളതാണ്. വളരെ വ്യക്തമാണ് എനിക്കറിയാം എന്താ അതിന്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം. എന്താ ഒരു ലക്ഷ്യം? സ്വന്തം കാഴ്ച, പേരും പ്രശസ്തി ഒന്നുമല്ല. അതിനൊക്കെ വേറെ പണി അണ്ടർഗ്രൗണ്ട് നടക്കുന്നുണ്ട്. അതൊന്നുമല്ല. അതിനേക്കാളും പ്രധാനപ്പെട്ടത് സ്വന്തം കാഴ്ചയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കൊച്ചു കൂട്ടായ്മയിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? ഇല്ല, അങ്ങനൊരു സംവിധാനം ഇല്ല. ഈശോ അങ്ങനെ പറഞ്ഞില്ല. ഈശോ പറഞ്ഞ ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകാൻ സ്വർഗീയ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യാവശ്യം ഒരു വലിയ കൂട്ടായ്മയൊക്കെ നടക്കുമ്പോ അപ്പൊ നമ്മള് ബൈബിൾ കൺവെൻഷൻ നടത്തുന്നു. അതിന്റെ ചെലവുണ്ട്. ആ സ്വതന്ത്ര കാഴ്ച എടുക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. മറ്റ് ചില ഇതര സഭകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട്, ചില വ്യക്തികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് പറയുക. നോക്കി, ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്തുകയാണ് ഈ ആത്മീയ ജീവിതത്തിൽ. ധനാസക്തി, ധനമോഹം ആദ്യകാലങ്ങളില് ശുശ്രൂഷയുടെ തലത്തിലുണ്ടായിരുന്ന നമ്മുടെ കത്തോലിക്ക സഭയിൽ പോലും ആദ്യകാലങ്ങളുണ്ടായി. എനിക്ക് ഒത്തിരി പേരെ അറിയാം. ഡിവൈൻ തുടങ്ങിയ കാലത്ത്, പോട്ട തുടങ്ങിയ കാലത്ത് കത്തിജ്വലിച്ചിരുന്ന അനേകം ശുശ്രൂഷകര് ഇന്ന് ശുശ്രൂഷയുടെ തലത്തിലില്ല. പലരും സാമ്പത്തികമായ കെട്ടുപാടുകളിൽപ്പെട്ട് ഇതിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടു, അല്ലെങ്കിൽ പറഞ്ഞു വിടേണ്ടതായിട്ട് വന്നു. ദ്രവ്യാസക്തി തന്നെയായ വിഗ്രഹാരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് യഥാർത്ഥ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ദൈവത്തെക്കാൾ ഉപരി പണത്തിനോ സ്ഥാനമാനങ്ങൾക്കോ അല്ലെങ്കിൽ ഭൂമിക്കോ വീടിനോ വണ്ടിക്കോ സമ്പത്തിനോ ജോലിക്കോ നമ്മുടെ ഏതെങ്കിലും വിധത്തിലുള്ള പൊസിഷനോ ഏത് മേഖലയ്ക്ക് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നോ അവൻ, ചിലർക്ക് ഭാര്യയാണ് പ്രശ്നം, ചിലർക്ക് മക്കള്. ദൈവത്തെക്കാൾ ഉപരി ഭാര്യയും മക്കളെയും കാണുന്നവരുണ്ട്. ആ മക്കൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴാണ് വിവരം അറിയുന്നത്. അതുകൊണ്ട് യഥാർത്ഥ വിഗ്രഹാരാധന എന്ന് പറയുന്നത് അപ്പോസ്തോലിക സഭ ഒരു ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റാച്ചു വെച്ച് യേശുവിന്റെ തൂക്കപ്പെട്ട രൂപം വെച്ച് അതിന്റെ മുമ്പിൽ ഒരു തിരി കത്തിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അഭിഷിക്തനാൽ ബ്ലസ് ചെയ്യപ്പെട്ട ഒരു സ്റ്റാച്ചു അതിന്റെ മുമ്പിൽ ശിരസ് നമിക്കുന്നതൊന്നുമല്ല വിഗ്രഹാരാധന. മറിച്ച് എന്താണ്? ദൈവത്തെക്കാൾ ഉപരി എന്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥാനം കൊടുക്കുന്നുവോ അത് തന്നെയാണ് വിഗ്രഹാരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനാ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്? ഒന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. ചിലപ്പോഴെങ്കിലും നമ്മൾ ഈ അവസ്ഥയെ ഒന്ന് വ്യതിചലിക്കുന്നുണ്ടോ എന്നൊന്ന് സ്വയം നമ്മളോട് ചോദിക്കണം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി.
ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഒന്നാം പ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്. ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. കൂട്ടുകാരുടെ പ്രലോഭനം, കാര്യസാധ്യത, പെട്ടെന്ന് പണസമ്പാദനം, അതിനുവേണ്ടി എവിടെ പോകുന്നു അല്ലേ? ഒരു യാത്രയില് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടാൻ വേണ്ടിയല്ലേ നമ്മുടെ ജോളി ജോസഫ് എവിടെ പോയത്? ചാത്തൻ സിനിമയ്ക്ക് പോയി 10,000 രൂപയും കൊടുത്ത് ഒരു 7 ഇഞ്ച് നീട്ടമുള്ള ഏലസം കെട്ടിക്കൊണ്ടുവന്നത് ഇല്ലേ? 10,000-2 അതൊരു കണക്ക. 10,000-2 അശുദ്ധാത്മാക്കളാവായി അങ്ങനെ തന്നെ പറയുന്നത്. എന്താ കർത്താവേ, എന്ന ദൈവമേ. അപ്പൊ ആര് എവിടെ എന്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു? ദൈവത്തെ മാറ്റി നിർത്തിയിട്ട്. ബിസിനസിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒത്തിരി മക്കള് വളഞ്ഞ വഴിക്ക് പോകുന്നുണ്ട്. നമ്മളൊക്കെ വളരെ പേരുകേട്ട, ഇന്റർനാഷണൽ ലെവലിൽ പോലും പേരുകേട്ട ചില കമ്പനികൾ, ഇവരൊക്കെ പെട്ടെന്ന് ഉയരാൻ, ആരും കേറി തകർക്കാതിരിക്കാൻ, ഭാരമണിയാതിരിക്കാൻ പോവുകയാണ്. എവിടേക്ക്? ഏറ്റവും വലിയ ഭാരം, ഏറ്റവും വലിയ തകർച്ചയിലേക്ക്, ഏറ്റവും വലിയ ദുരിതത്തിലേക്ക്. കൊടുക്കുന്ന എത്ര ലക്ഷങ്ങൾ. ഒരു ദുബായിലുള്ള ഒരു കൂട്ടായ്മയില്, പേരൊന്നും പറയുന്നില്ല, ഫേമസ് ജുവലേഴ്സ്, ഈ വളഞ്ഞ വഴിക്ക് പോകുന്നവര് എടുത്തോട് പരിപാടിക്ക് പോകുന്നു. ബിസിനസിന്റെ ഉന്നമനത്തിന് വേണ്ടി മറ്റുള്ളവരോട് കോമിറ്റേഷൻ ഉണ്ടല്ലോ ഈ ലെവലില്, മേഖലയില്. അപ്പൊ അതുകൊണ്ട് കാര്യസാധ്യത്തിന് വേണ്ടി ഇതാണ് ദൈവത്തെ മാറ്റി നിർത്തി മറ്റെന്തിന്? അത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പൗലോസിൽ. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് പൗലോസിൽ പറയുന്നത് കൊളോസ്സസ് 3:5 വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി. ഹല്ലേലൂയ. ഞാൻ പറയും, ലോകത്ത് നിന്ന് 90% ശുശ്രൂഷയുടെ ലെവലിൽ നിൽക്കുന്നവരും അല്ലാത്തവരും 90% ആളുകള് ഈ സംഭവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഏത് സംഭവത്തിന്? ഈ ജോർജ് കുട്ടിക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മള് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ സമ്പത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ല എങ്കിൽ പൂർണ്ണമായി നീ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയാണ്. സമ്പത്തിന് നീ ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ 500 രൂപ കൊടുത്തിട്ട് ക്രിസ്മസ് ബമ്പർ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? മനസ്സ് നോക്കിയേ. ഒരുപക്ഷെ നമ്മൾ അറിയാതെയായിരിക്കും ഒരുപക്ഷെ പോയി എടുക്കുന്നത്. അത്രയും ചിന്തിക്കുന്നില്ല കടന്ന്. പക്ഷെ സമ്പത്തിനുള്ള ഒരു ത്വര എന്റെ ഉള്ളിൽ ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്നത് കൊണ്ടാണ് 500 രൂപ കൊടുത്തിട്ട് എത്ര കോടിയാണ് സർക്കാരിന്റെ ഖജനാവിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവന്റെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ അതുകൊണ്ട് കൊടുക്കുക. ഇവിടെയാണ് ഞാൻ യഥാർത്ഥത്തിൽ ഒരു വിഗ്രഹാരാധകനാണോ അല്ലയോ എന്ന് വിലയിരുത്തേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും ആദ്യകാലങ്ങൾ കാരുണ്യലോട്ട് ഇറങ്ങിയപ്പോ, ഇല്ലേ, കെ എം മണി സാറ് കാരുണ്യലോട്ട് ഇറങ്ങിയപ്പോ ഞാനും സ്ഥിരം എടുക്കുകയായിരുന്നു. കാരണം എന്താ? എന്റെ ചിന്ത ഇത് കിട്ടിക്കഴിഞ്ഞാൽ കാരുണ്യലോട്ട് എന്തിനു വേണ്ടിയായിരുന്നു? ക്യാൻസർ രോഗികളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയായിരുന്നു. അപ്പൊ നമ്മൾ എന്തിനാ എടുക്കുന്നത്? ഇത് കിട്ടിക്കഴിഞ്ഞാൽ ക്യാൻസർ രോഗികളെ
നേരിട്ട് പോയി സഹായിക്കുമ്പോ കിട്ടിക്കഴിയുമ്പോഴാണ് വിവരം അറിയുന്നത്. കാരണം എന്താ? ഇവൻ ശരിക്കു പറഞ്ഞാൽ പിശാചിന്റെ ഒരു പ്രതിരൂപമാണ്. ഈ പണം ആവശ്യത്തിന്, നല്ലതിന് ദൈവം തരുന്നതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്. സമ്പത്ത് അത് ദൈവം തരുന്ന ദാനമാണ്. വേണ്ട വിധത്തിൽ വിനിയോഗിച്ചാൽ അത് ദൈവം തന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ കാരുണ്യം അടിച്ചിട്ടാണ് നമ്മൾ 10,000 രൂപ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ഇതിനോടകം ചാരിറ്റി ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. എന്തെങ്കിലും ലോട്ടറി അടിച്ചിട്ടാണോ? ഒരു ചില്ലങ്കൂരി പോലും കൊത്തിയില്ല. ഇത്രയും കാരുണ്യം ആണോ? കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള വഴി തമ്പുരാൻ തുറന്നു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നിന്റെ അധ്വാനത്തിന്റെ വിഹിതത്തിൽ നിന്നാകുമ്പോൾ ഇരട്ടി ബ്ലെസ്സിംഗ്, ഇരട്ടി ബ്ലെസ്സിംഗ്. നിന്റെ കുടുംബത്തിന്, നിന്റെ തലമുറയ്ക്ക് അത് ഇരട്ടി ബ്ലെസ്സിംഗ് ആണ്. ഹല്ലേലൂയ. ഇത് പിടിച്ചു വെച്ചാലോ ഈ പിടിച്ചു വെക്കുന്നവനും ഒരർത്ഥത്തിൽ വിഗ്രഹാരാധകൻ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാനുഗ്രഹത്താൽ നമ്മുടെ കൂട്ടായ്മയിൽ അങ്ങനെ ആരും ഇല്ലാത്തതിനോർത്ത് കർത്താവ് ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കാരണം എന്തൊരു വിഷയമുണ്ടോ നമുക്ക്, അല്ലേ? ഒരു വിഷയം വന്നാലും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ദൈവം തരുന്നത് കൊണ്ടാവും. ദൈവം അങ്ങനെയുള്ളൊരു നല്ലൊരു മനസ്സ് നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒരിക്കലും ഈ ധനാസക്തി നമ്മിൽ കടന്നു വരരുത്. അങ്ങനെ കടന്നു വന്നാൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അതിനീച്ച് നിൽക്കാം. കേട്ട വചനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. ദൈവം മഹോന്നതനാണ്, സർവശക്തനാണ്, സർവ നന്മകളുടെയും ഉറവിടമാണ്, സർവസമ്പത്തിന്റെയും ഉടയവനുമാണ്. പ്രിയപ്പെട്ട മക്കളെ, അപ്പൻ അറിഞ്ഞ് അനുഗ്രഹിച്ച് സമ്പത്ത് തന്നാലേ അത് നിലനിൽക്കത്തുള്ളൂ. ഒരു പ്രത്യേകത അങ്ങനെ കൂടിയുണ്ട് ഈ സമ്പത്തിന്റെ കാര്യത്തിൽ. അപ്പൻ അറിഞ്ഞു തരണം. പിടിച്ചു പറിച്ച് മേടിച്ചു കൊണ്ടുപോയാൽ ധൂർത്തപുത്രന്റെ കഥ നമുക്കറിയാം, ഇല്ലേ? അപ്പൻ അറിഞ്ഞു കൊടുത്തതാണോ? എന്ത് സംഭവിച്ചു? അവസാനം പന്നിക്കുഴിയിൽ പന്നിക്കുള്ള തവിട് തിന്നേണ്ട അവസ്ഥ വന്നു. അപ്പൻ അറിഞ്ഞു തന്നാൽ മാത്രമേ ഇത് നിലനിൽക്കത്തുള്ളൂ. ഇത് അനുഗ്രഹമായി, അപരന് അനുഗ്രഹമായി മാറണമെങ്കിൽ അപ്പൻ അറിഞ്ഞ് ഇത് തരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം, കരങ്ങൾ ഉയർത്തി. എന്റെ നല്ല ദൈവമേ, കർത്താവേ, അമിതമായ സമ്പത്ത് തന്ന് ഞങ്ങളെ ആത്മീയ ജീവിതത്തിൽ നിന്ന്, വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റിക്കളയരുത്. അമിത സമ്പത്ത് ഞങ്ങളിൽ കുന്നുകൂടുമ്പോൾ ഞങ്ങൾ അറിയാതെയാണെങ്കിൽ പോലും ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾ വ്യതിചലിച്ചു പോകുമെങ്കിൽ അങ്ങയുടെ അനന്ത ജ്ഞാനത്തിൽ അവിടത്തേക്ക് അറിയാം കർത്താവേ. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്കത് വേണ്ട. എന്നാൽ തമ്പുരാനെ ദാരിദ്ര്യം നൽകി ഞങ്ങളെ ഞെരിക്കുകയും വരുത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായുള്ളത് നൽകി ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തണം. ഞങ്ങളെ അനുഗ്രഹിക്കണം.
അപ്പൊ അത് ഞങ്ങളെ പഠിപ്പിച്ചത് അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. കർത്താവെ, നാളിതുവരെ ഒരു മുട്ടില്ലാതെ ഞങ്ങൾക്ക് വേണ്ടത് നൽകി ഞങ്ങളിനി മനോഹരമായി വഴി നടത്തി. അല്ലീശോയെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. നാളിതുവരെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുകയാണ്. എല്ലാ ദാനങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുകയാണ്. പിതാവായ ദൈവമേ, അവിടെ തന്നെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾക്കെല്ലാം നൽകുമെന്ന് ഫിലിപ്പിയർ 4:19 അവിടെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വചനത്തിന്റെ ഒരു അഭിഷേകം കർത്താവെ എന്റെ മക്കളുടെ മേൽ അവിടെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ആരും സാമ്പത്തിക ഞെരുക്കത്തിലോ കടബാധ്യതയിലോ ആയിരിക്കരുത്. ദൈവമേ, നിന്റെ മക്കള് ഏറ്റവും ആനന്ദത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ആയിരിക്കണം. തമ്പുരാനുള്ള വഴികൾ അവിടുന്ന് തുറക്കും, ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ ശക്തമായ മധ്യസ്ഥതയിലും സകല വിശുദ്ധരുടെ മാലാഖമാരുടെയും എല്ലാ യോഗ്യതകളോടും ചേർത്ത് വെച്ച് ഞങ്ങളുടെ അനുദിന ജീവിതത്തെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ.